ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം എടുത്തത്. പിന്നെ എനിക്ക് തോന്നി INC-യിൽ നിന്നും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇടാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ടു. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. എനിക്ക് തോന്നി അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യാമെന്ന്. കാരണം അത് ക്വസ്റ്റ്യൻസ് ഇട്ട് വന്നപ്പോൾ കുറച്ച് കൂടുതൽ എനിക്ക് ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടി. അപ്പോൾ ഞാനത് ഓർത്തു വേറെ ഇടാമെന്ന്. ഇതിനകത്തും നിങ്ങൾക്ക് ഗാന്ധിജീൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം, എന്നാലും ഇതൊരു റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 50 ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി ആണ് സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. 2, സ്വാതന്ത്ര്യ സമരം നയിച്ച ഏതാനും നേതാക്കളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? മിതവാദി നേതാക്കൾ ആരെല്ലാം എന്നാണ്. ഈ 4 ആളുകൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് മിതവാദികളാണ്. അപ്പം നമുക്കറിയാം ബാലഗംഗാധര തിലക് എന്തിൽ വരുന്നതല്ല, മിതവാദിയിൽ വരുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ 4 എന്താണ്? തെറ്റാണ്. അപ്പം നമുക്ക് അത് വരുന്നതെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ 4 വരുന്നുണ്ട്, അതുകൊണ്ട് എ പോയി. ഇവിടെയും 4 വരുന്നുണ്ട്, അതും പോയി. ഇവിടെയും 4 വരുന്നുണ്ട്, അതും പോയി. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് എത്തി? ഓപ്ഷൻ സിയിലേക്ക് എത്തി. ഇനി നോക്കി നോക്കാലോ. 1 ദാദാബായ് നവറോജി, ശരി. 2 ഗോപാലകൃഷ്ണ ഗോഖലെ, ശരി. പിന്നെ 3 ബദറുദ്ദീൻ തിയാബ്ജി, ശരി. അപ്പം ആരൊക്കെയാണ് മിതവാദി നേതാക്കളിൽ വരുന്നത്? 1, 2, 3 ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി. ഈ ബാലഗംഗാധര തിലക് ഏതിൽ വരുന്നു? തീവ്രവാദി നേതാക്കളിൽ വരും. ലാൽപാൽ ബാൽ പഠിച്ചതാണല്ലോ, അതെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? വിഭജിച്ച 1905 ആര് വരും? 3 ഓപ്ഷൻ. എ വരും കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് വരുന്നത്. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ: ബാലഗംഗാധര തിലകിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരിയല്ലാത്തതാണ് വേണ്ടത്. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് 4ഉം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കാണാലോ. അതായത് ഇങ്ങനെയാണേ ഉള്ളത്. 1, B, C, D ഇതാണ് 4 കാണാലോ. അപ്പം ലോകമാന്യ എന്നറിയപ്പെട്ടു. ശരിയാണോ? അതെ, ശരിയാണ്. ബി, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചു. ശരിയാണ്. സി, ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? ഡി നോക്കൂ, മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൽ പെടാത്തത്. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്തതായിരുന്നു. ശരിയല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ലോകമാന്യ എന്നറിയപ്പെട്ടു, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും പറഞ്ഞു. പിന്നെ മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. പിന്നെ തീവ്രവാദികളിൽ പെട്ട ആളാണ് അല്ലേ? ഓക്കെ. ഇനി 5ാമത്തത്: ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ റൗലറ്റ് നിയമമാണ്. റൗലറ്റ് ആക്ട് ആണല്ലോ, അതെ. അതാണ് ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, സമയമില്ലല്ലോ. പിന്നെ എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസും എനിക്ക് പറയാനില്ലേ. പക്ഷെ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പറയുവാണേ. 6, ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശം ഏത്? ഓപ്പറേഷൻ വിജയ് ഏതാണ്? ഗോവയാണ്, ഗോവ. 7, ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഓക്കെ. 8, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ആണ്. അവിടെ എന്തായാലും ഓപ്ഷൻ ഇല്ല. ആരാ വരിക? VP മേനോൻ അല്ല, ഇതിൽ ഒരാളാണ്. ജവഹർലാൽ നെഹ്റു തന്നെയാണ് അല്ലേ? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ, ഓക്കെ, ഇത് സ്ഥാപിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്?
ഓപ്ഷൻ സി ലാലാ ലജ്പത് റായിൻ്റെ ആണ് വോയിസ് ഓഫ് ഇന്ത്യ. ഇപ്പം തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോയേനെ. അപ്പോൾ നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടേനെ ഇത് തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. സോറി. ഓപ്ഷൻ എ ദാദാബായ് നവറോജി. ഓക്കെ, ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാബായ് നവറോജിയാണ്. ഇനി തെറ്റിക്കരുതേ, എന്നോട് അറിയാതെ പറഞ്ഞു പോയതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപവൽക്കരിച്ചത് ആര് എന്നാ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, രൂപവൽക്കരിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസ് ആണ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് INA രൂപീകരിച്ച ആളാണോ? അല്ല. പിന്നെ എന്താണ് INA ആയിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം? INAക്ക് നേതൃത്വം നൽകിയില്ലേ. 1943 സുഭാഷ് ചന്ദ്രബോസ് ആണ് INAക്ക് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ഇത് രൂപവൽക്കരിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസും ഉണ്ട്, ക്യാപ്റ്റൻ മോഹൻ സിംഗും ഉണ്ട്. ഓക്കെ, അപ്പം രൂപവൽക്കരിച്ച ആളെ ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് എഴുതരുത്. ഇനി മൂന്നാമത്തത്, 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധം ഇല്ലാത്തതാണ്. വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. ഓക്കെ, നികുതി നൽകുക എന്നാണ്, അതവിടെ നിൽക്കട്ടെ. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ബന്ധം ഇല്ലാത്തതാ വേണ്ടത്. ഇത് മൂന്നും ബന്ധമുള്ളതാണ്. രണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. നികുതി നൽകുക എന്നാ പറഞ്ഞിട്ടുള്ളത്, അത് ശരിയാണോ? അല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബിയിലാണ് കിടക്കുന്നത്, 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ശരി. നാലാമത്തെ ചോദ്യം, 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ഏത്? 42 തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും പോകണോ? വേണ്ട, ഓപ്ഷൻ ഡി. പിന്നെ ഞാനിങ്ങനെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, ഏത് നിയമത്തിനെതിരായ പ്രതിഷേധ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ഏതാണ്? റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ് അല്ലേ. നിസ്സഹകരണ സമരമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യകാല സമരങ്ങൾ, വർഷങ്ങൾ, ഇതെല്ലാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. ശരിയായ ജോഡി. ഫസ്റ്റ് വൺ, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917. ശരിയാണോ? അത് ശരിയാണ്. 2, അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918. അതും ശരി. ഖേദയിലെ കർഷക സമരം 1919. ശരിയാണോ? അല്ല, 1918 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ശരിയാണ് വേണ്ടത്. 3 തെറ്റാണ്. 3 തെറ്റായിട്ടുള്ളത് നോക്കേണ്ട ആവശ്യമില്ല, 1ഉം 2ഉം ശരിയാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നമുക്ക് വേണ്ടത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ, കാണാലോ. ശരിയല്ലാത്തത്. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 നടന്നു എന്നാ പറയുന്നത്. ശരിയാണോ? ശരി. 2, അതായത് ഓപ്ഷൻ ബി, 1929 കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ലാഹോർ ആണ്. ശരി. 3, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. അതും ശരി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കഴിഞ്ഞ ഇതിൽ വന്നത് അല്ലേ. ഡി നോക്കൂ, ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അവിടെ പോയില്ലേ. നമുക്കറിയാം 1929 സമ്മേളനത്തിൽ ആരാണ്? നെഹ്റു ആണ് അല്ലേ. നെഹ്റു ആണ്. ലാഹോർ സമ്മേളനം നെഹ്റു പഠിച്ചതാണ്. അതുകൊണ്ട് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ. 3, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരി അല്ലാത്തത്. 1, മലബാർ കലാപം പടർന്നു പിടിച്ച താലൂക്കുകളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ശരിയാണോ?
അതെ, എ ശരിയാണ്. അടുത്തത് ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരായിരുന്നു പ്രമുഖ നേതാക്കൾ. അതും ശരി. വാഗൺ കൂട്ടക്കൊല മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണോ? അതെ, വാഗൺ കൂട്ടക്കൊല നടന്നത് 1922 നവംബർ 10 പറയുന്നു. ശരിയാണോ? അല്ല. എപ്പോഴാണ്? 1921 നവംബർ 10. 1921 നവംബർ 10 എന്ത് നടക്കുന്നത്? വാഗൺ ട്രാജഡി നടക്കുന്നത്. അതാണ് ഇതിൽ എന്ത് ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ച ഓപ്ഷൻ ഡി. ഇനി 4, ഏത് നിയമത്തിനെതിരായ പ്രതിഷേധ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ഇനി നിങ്ങൾക്ക് പറയാലോ ഏതാണ്? റൗലറ്റ് നിയമമാണ് അല്ലേ? ഓപ്ഷൻ ബി റൗലറ്റ് നിയമം. ഓക്കെ, അപ്പം നമ്മൾ ഇനി INC കടക്കുവാണ്. INC-യിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. INC പക്കയായിക്കോളും. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം പറയൂ. 1885. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി കൂടി പറയാവോ? ഡിസംബർ 28 ആദ്യത്തെ സമ്മേളനം എവിടെയാണ് നടന്നത്? ബോംബെയിലാണ്. എവിടെ? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ. സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂം ആണ് അല്ലേ? A.O. ഹ്യൂം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി, ശ്രദ്ധിക്കണം, അധ്യക്ഷനായ ആളെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ആരാണ്? ഓപ്ഷൻ എ തന്നെയാണ്, സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഏതായിരുന്നു സമ്മേളനം? 1897 അമരാവതി സമ്മേളനമാണ്. അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷനായത്. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് മിതവാദികളിൽ ഉൾപ്പെടാത്തത്? മിതവാദികളിൽ ഉൾപ്പെടാത്തതാണ് ദാദാഭായ് നവറോജി. ശരിയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഉൾപ്പെടുന്നു. സുരേന്ദ്രനാഥ ബാനർജിയും അതിൽ വരും. ബിപിൻ ചന്ദ്രപാൽ മിതവാദികളിൽ വരുന്നതാണോ? അല്ല, ബിപിൻ ചന്ദ്രപാൽ വരില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ലാൽ പാൽ ഭാൽ എന്ന് പഠിച്ചിട്ടില്ലേ? ഇവരെല്ലാം ഏതിൽ വരുന്ന? തീവ്രവാദ വിഭാഗത്തിൽ വരുന്ന. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അപ്പോൾ അതിൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അതായത് 4 മാത്രം ഇതിൽ ഉൾപ്പെടുന്നതല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ നമ്പർ നോക്കണ്ട കേട്ടോ. സ്വരാജ് നമ്മുടെ ലക്ഷ്യം, സ്വരാജ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. പൂർണ്ണ സ്വരാജ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പൂർണ്ണ സ്വരാജ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ലാഹോർ നമ്മൾ കറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എയിൽ ലാഹോർ കൊണ്ടുവന്നിട്ടത്. ലാഹോർ അല്ല ആൻസർ. പിന്നെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി കൽക്കട്ടയാണ്. ഞാൻ ഈ സ്വരാജ് എന്ന് കണ്ട ഓൾറെഡി എനിക്ക് ലാഹോർ വരും. പക്ഷേ ലാഹോർ അല്ല കേട്ടോ, കൽക്കട്ടയാണ് ആൻസർ വരിക. ഏതാണ് വർഷം? 1906 കൽക്കത്ത സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന പദം തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വരാജ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാലും 1906 കൽക്കട്ട സമ്മേളനമാണ്. ഓക്കെ, ആരായിരുന്നു അധ്യക്ഷൻ? ദാദാഭായ് നവറോജി ആയിരുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പറും ഇല്ലേ? കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന്, ഇതാട്ടോ, കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആണ് കേട്ടോ അങ്ങനെ പറയുന്നത്, കഴ്സൺ പ്രഭു. 8, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. 9, INC-യുടെ വനിതാ പ്രസിഡന്റുമാരെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? ശരിയായതാ വേണ്ടത്. ഓക്കെ, 5 വനിതകൾ മാത്രമേ ഇതുവരെ INC-യുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളൂ. ശരി. 2, സരോജിനി നായിഡു ആണ് INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ശ്രദ്ധിച്ച് വായിക്കൂ. സരോജിനി നായിഡു ആണ് INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണല്ലേ സരോജിനി നായിഡു. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്കത് തെറ്റാണ്. ശരിയാക്കി പറയാം. 3-ാമത്തേത് വായിക്കൂ. 1933 കൽക്കട്ട സമ്മേളനത്തിൽ നെല്ലിസൺ ഗുപ്ത INC പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു.
33 ആര് തന്നെയാണ്? നെല്ലിസൺ ഗുപ്ത തന്നെയാണ്. അപ്പോൾ അതും ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായതായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇത് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇത് കറക്റ്റ് വായിച്ചില്ലെങ്കിൽ ഒരാൾ തെറ്റിക്കും. അപ്പം നമുക്കറിയാം സരോജിനി നായിഡു 1925 ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷയായത്? കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷയാവുന്നത്. ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലാണ് സരോജിനി നായിഡു. പക്ഷെ ആദ്യത്തെ വനിത ചോദിച്ചാൽ നമ്മൾ ആരെയാ പറയേണ്ടത്? ഫസ്റ്റ് വനിത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ഏത് വർഷം പഠിച്ചു വെച്ചോ? 1917. എവിടെ? കൽക്കത്ത സമ്മേളനം കേട്ടോ. 1917 കൊൽക്കത്ത സമ്മേളനം. 2ലാണ് ആരാവുന്നത്? അല്ല, 2 രണ്ടാമതായിട്ട് വരുന്നതാണ് സരോജിനി നായിഡു, ആദ്യത്തെ ഇന്ത്യൻ വനിത. ഏത് വർഷം? 1925. ഏത് സമ്മേളനം? കാൺപൂർ സമ്മേളനം. ഇനി 1933 ആര് വരുന്നത്? നെല്ലിസൺ ഗുപ്ത വരുന്നത്. നെല്ലിസൺ ഗുപ്ത. പിന്നെ 1959 ആര് വരുന്നത്? ഇന്ദിരാഗാന്ധി. ഇനി 1998 ആര് വരുന്നു? സോണിയാഗാന്ധി. അപ്പം 5 എണ്ണം പറഞ്ഞല്ലോ, മറന്നു പോരുതേ. 1917, 1925, 1, 2, 3, 4, 5 5എണ്ണമായേ. 17 ആനി ബസന്റ്, 25 സരോജിനി നായിഡു, 33 നെല്ലിസൺ ഗുപ്ത, 59 ഇന്ദിരാഗാന്ധി, 98 സോണിയാഗാന്ധി. ഓക്കെ, ശരി. 10ാമത്തെ ചോദ്യം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത് ആരാണ്? ഇതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതി തയ്യാറാക്കിയത് കേട്ടോ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരി. മലയാളിയായ ടി.കെ. മാധവനാണ് 1923 അയിത്തം തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. അതെന്താണ്? ശരിയാണ്. ഓക്കെ. INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മലയാളിയാണ് ടി.കെ. മാധവൻ. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അല്ല. മലയാളി ആദ്യം പങ്കെടുക്കുന്നത് നമ്മൾ ആരെ പഠിച്ചിട്ടുണ്ട്? G.P. പിള്ളേനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടി.കെ. മാധവൻ അല്ല. അതുകൊണ്ട് 2ാമത്തത് തെറ്റ്. 3. ബാരിസ്റ്റർ G.P. പിള്ളയാണ് INCയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? INCയുടെ ആദ്യ മലയാളി പ്രസിഡന്റ് നമ്മൾ ആരെ പഠിച്ചു? C. ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായറിനെ പഠിച്ചില്ലേ? അതുകൊണ്ട് 3ഉം തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? ശരിയായതാ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ ശരിയുള്ളൂ. അതായത് 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ, അപ്പോൾ 11 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 12. ദാദാബായ് നവറോജിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. 1. ദാദാബായ് നവറോജി 3 തവണ INC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശരി. 2. 3 തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. അതും ശരിയാണ്. 3. നവറോജി പ്രസിഡന്റായ ആദ്യ 2 സമ്മേളനവും നടന്നത് ബോംബെയിലാണ് എന്നാ പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. എവിടെയാണ് ആയിട്ടുള്ളത്? കൽക്കത്തയിലാണ് ആദ്യത്തെ 1-2 സമ്മേളനങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ബോംബെ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് ശരിയല്ലാത്തതായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ആൻസർ തെറ്റിക്കരുത്. ഓപ്ഷൻ സി ആണ് വരിക. 12 ഓപ്ഷൻ സി ആ വരിക. കാരണം ശരിയല്ലാത്തതായിരുന്നു നമുക്ക് വേണ്ടത്. അടുത്ത ചോദ്യം. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്? നമ്മൾ പറഞ്ഞല്ലോ. ഓപ്ഷൻ ബി അമരാവതി കോൺഗ്രസ് സമ്മേളനം, വർഷം 1897. ശരി. 14. താഴെ കൊടുത്തവരിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കാത്ത വനിത ആര്? അപ്പൊ 5 വനിതകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിൽ പെടാത്ത ആളാരാണ്? ലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അതുകൊണ്ട് 14 ഓപ്ഷൻ സി ആണ് വരിക. ബാക്കി നമ്മൾ പറഞ്ഞല്ലോ. ആനി ബസന്റ് ഏതായിരുന്നു വർഷം? 1917. സരോജിനി നായിഡു 1925. നെല്ലിസൺ ഗുപ്ത 1933. ശരി. 15. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തമാണോ സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണോ? മാറിപ്പോരുത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് തന്നെ. ഞാൻ സിയും ഡിയും ഒന്നും ഇട്ടില്ല. ഇതാണല്ലോ പലർക്കും കൺഫ്യൂഷൻ വരാറ്. 15 ഓപ്ഷൻ ബി ആണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തവുമാണ് INCന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം നമ്മളെ ദാദാബായ് നവറോജിന്റെ ആണ് ചോർച്ചാ സിദ്ധാന്തം. ഇത് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തമായിട്ട് നമ്മൾ ആരെയാണ് പഠിക്കുന്നത്?
ലാലാ ലജ്പത് റായിനെയാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ. 18 INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം ഏത്? ഓപ്ഷൻ എ 1925 കാൺപൂർ സമ്മേളനം കേട്ടോ. കാൺപൂർ സമ്മേളനം. അതിലാരായിരുന്നു അധ്യക്ഷ? നമ്മൾ സരോജിനി നായിഡു പഠിച്ചില്ലേ. 19 താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ ജോഡി കണ്ടെത്തണം. ഓക്കെ, നോക്കി നോക്കൂ, എല്ലാം കാണാലോ അല്ലേ. ഓക്കെ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 എന്നാ പറയുന്നത്. ശരിയാണോ? അതെ, ശരിയാണ്. 2 നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912. ശരി. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 സമ്മേളനമാണ്. ശരിയാണ്. നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് 1928 എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ. 1929 നെഹ്റു ആദ്യമായി അധ്യക്ഷനാവുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നമുക്ക് തെറ്റായതായിരുന്നു വേണ്ടത്. അപ്പം എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 19. ഓപ്ഷൻ സി ആണ് വരിക. ശരിയാക്കി നമ്മൾ എഴുതിയതാണ് 1929. ബാക്കിയെല്ലാം ശരിയാണ്. നോക്കി നോക്കൂ, 1901 ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. നെഹ്റു പങ്കെടുത്തതാണെങ്കിലോ 12. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 24. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 21 രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ, അത് അതിവലിയ ക്വസ്റ്റ്യൻ ഒന്നല്ല. ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 22 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു ആണ്. ഡഫറിൻ പ്രഭു. 23 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. അപ്പൊ ഇലക്ഷൻ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഏതാണ് കോൺഗ്രസ് സമ്മേളനം? 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യെ തോൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ആവുന്നത്. ആ വർഷം തന്നെ അനൈക്യം മൂലം ഇദ്ദേഹം പിന്മാറുന്നുണ്ട്. അപ്പം രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ് ആവുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ. അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. 24 താഴെ കൊടുത്തവയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. 14 തത്വങ്ങൾ മുഹമ്മദ് അലി ജിന്ന. ശരി. നെഹ്റു റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റു. ഓക്കെ. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. ശരി. ദില്ലി ചലോ ഭഗത് സിംഗ് ആണോ? അല്ല, ദില്ലി ചലോ ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നമുക്ക് തെറ്റായതാ ചോദിച്ചത്. ദില്ലി ചലോ ഭഗത് സിംഗ് അല്ല, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഭഗത് സിംഗിൽ എന്താ പറയുന്നുണ്ട്? ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അദ്ദേഹമാണ് അല്ലേ, ഭഗത് സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 27 INCയിൽ AO ഹ്യൂം വഹിച്ചിരുന്ന പദവി ഏതാണ്? AO ഹ്യൂം സ്ഥാപകനാണ് എന്നൊക്കെ അറിയാം. എന്തായാലും പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് എന്നൊന്നും എഴുതരുത്. ആരാണ് ആൻസർ വരുന്നത്? സെക്രട്ടറി ആണ് കേട്ടോ. 27 ഓപ്ഷൻ ഡി സെക്രട്ടറി ആണ്. AO ഹ്യൂം വഹിച്ചിരുന്ന പദവി സെക്രട്ടറി. 28 അവകാശങ്ങൾ ഒപ്പുവെച്ച കറാച്ചി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. കറാച്ചി കോൺഗ്രസ് സമ്മേളനം നടന്നത് ഓപ്ഷൻ എ 1931. 29 ലാഹോർ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം. ലാഹോർ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഓപ്ഷൻ ബി 1930 ജനുവരി 26. 30 യൂണിഫോമായി ഖാദി സ്വീകരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1921. ഓക്കെ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7 ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ ഇപ്രകാരം പ്രസംഗിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി WC ബാനർജിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നും കൂടി വായിക്കൂ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതം ആകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് WC ബാനർജി. 6ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വരുത്തരുത്. ഓപ്ഷൻ എ 72 ആണ് കേട്ടോ. 72.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ദേശീയ നേതാവ് ആര്? ആരാണ്? നമ്മുടെ തീവ്രവാദ വിഭാഗത്തിൽ നമ്മൾ പഠിച്ച ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലകാണ്. എന്തൊക്കെയാ വേറെ അറിയപ്പെടുന്നത്? ലോകമാന്യ, പിന്നെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന് പ്രഖ്യാപിച്ചതും അദ്ദേഹമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2, രാജാറാം മോഹൻ റോയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരിയല്ലാത്തത് ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ് ആണ് സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ശരി. ബി, ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. ശരി. സി, കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഓപ്ഷൻ സി തെറ്റാണ്. ഡി, സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. അതൊക്കെ ശരിയാണ്. അപ്പം നമുക്ക് തെറ്റായതായിരുന്നു വേണ്ടത്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ്. 3, ഇന്ത്യയിലെ വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയവർ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയായ ജോഡി. എ, ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. ശരിയാണ്. അടുത്തതോ, രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസർ ആണോ? അല്ല, സ്വാമി വിവേകാനന്ദൻ്റെ ആണ്. സി, പ്രാർത്ഥനാ സമാജം, ജ്യോതിബ ഫുലെ ആണോ? അല്ല. ഡി, സത്യശോധക സമാജം, ആത്മാറാം പാണ്ഡുരംഗാണോ? അല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാ അല്ലേ? പ്രാർത്ഥന സമാജം ആത്മാറാം പാണ്ഡുരംഗും സത്യശോധക സമാജം ജ്യോതിബ ഫുലെയുമാണ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം തെറ്റാണ്. ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ഡി 1927 മദ്രാസ് സമ്മേളനം. ഓക്കെ, അടുത്ത ചോദ്യം, ലണ്ടനിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ വർഷങ്ങൾ ഏതെല്ലാം? 3 വട്ടമേശ സമ്മേളനം നടന്ന വർഷങ്ങൾ ഇതാണ്. ഓപ്ഷൻ ഡി 1930, 31, 32. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 3 ചോദ്യങ്ങളും കൂടിയുള്ളൂ കേട്ടോ. 36, സത്യശോധക സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജം. ഓക്കെ, അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി ഓപ്ഷൻ സി ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ. 38, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ ബി CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരുപാടൊന്നും ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ടില്ല എന്നറിയാം. നമുക്ക് സമയം പരിമിതമാണ്, എല്ലാവരും റിവിഷൻ സ്റ്റേജിലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ചില പോയിൻറ്റ്സൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒട്ടും പറയാതെ പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ് അതൊക്കെ ഞാൻ വേറെ ഇടാട്ടോ. അതേപോലെ നമ്മളെ സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ, അത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ഇടാം. മാക്സിമം ക്വസ്റ്റ്യൻസ് തൊഴിൽ വാർത്തയിൽ നിന്നുള്ളതും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടിടാം. അപ്പോൾ ഓരോ പേപ്പറും നോക്കി ഇങ്ങനെ നോക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ ഇന്ന് തന്നെ മാക്സിമം ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. All the best. Thank you.